ഇത്തവണത്തെ ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള പ്രഥമന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രഥമൻ നിങ്ങളെ കുടിച്ചു കാണാനേ വഴിയില്ല. വെറൈറ്റികളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു പ്രഥമൻ ഇഷ്ടാവും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് മെയിനായിട്ടും വേണ്ടത്. 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കുക. നെയ്യ് ചൂടായിട്ട് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതാ പഴം ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. പഴത്തിന്റെ ആ ഒരു റോ ടേസ്റ്റ് എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ശർക്കര പാനിയാണ് വേണ്ടത്. ഞാനിപ്പോൾ 4 അച്ച് ശർക്കരയാണ് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. നമ്മൾ മെൽട്ടാക്കിയിട്ടുള്ള ശർക്കര പാനി നമുക്ക് ഇതുപോലെ അരിച്ചിട്ട് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കിയാൽ തന്നെ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇത് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു തേങ്ങൻ്റെ ഫുള്ള് പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് 1-ാം പാൽ നമ്മൾ മാറ്റി വെക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് 2-ാം പാൽ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. പായസം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ശർക്കര പാനിയും തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിയിട്ട് വെക്കണേ. ശർക്കരയും പഴയില ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. 2-ാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. പാലൊഴിക്കുമ്പോൾ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. 2-ാം പാല് നമ്മൾ കുറച്ചൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് സമയം നമ്മൾ കൈവിടാതെ ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുറുകി വറ്റി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പം 1-ാം പാലും കൂടി ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിമെല്ലാം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. 2-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമൊന്നും തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുക്ക് പൊടി ചേർക്കുന്നില്ല. ചുക്ക് പൊടി ചേർക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിന്റെ കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തെല്ലാം നമ്മുടെ പ്രഥമനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.